ഓക്കെ, ക്യാമറമാൻ ഇല്ലാത്തതിൻ്റെ എല്ലാ വിഷയങ്ങളുണ്ട്. അപ്പോൾ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ മാറ്റർ എന്ന് പറയുന്നത് സ്ക്വിഷി ഉണ്ടാ ഞാൻ സ്ക്വിഷി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ ഞാൻ കുറേ ഉണ്ടാക്കാറുണ്ട്, വീഡിയോസൊക്കെ ഇടാറുണ്ട്. കണ്ടോ, ഐഫോൺ സ്ക്വിഷി കണ്ണൊരിച്ചെടുത്ത് തന്നെ കണ്ട. അതുകൊണ്ട് ഈ കാക്കായും ഞാനും കൂടെ ഒരുമിച്ച് വീഡിയോ ഒക്കെ ഉണ്ടാക്കിയ സ്ക്വിഷിയാണ്. അപ്പോൾ നമുക്ക് ഈ സ്ക്വിഷി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടെന്ന് പറയുന്നത്, എനിക്ക് മൈക്കൊന്നും ഇല്ലാട്ടോ, ഞാൻ വോയിസ് ഓവറൊന്നും അല്ല ചെയ്യുന്നത്, ഇതൊക്കെ ചെയ്യാൻ പഠിക്കണം. അപ്പം നമുക്ക് വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് ഒരു പേപ്പർ പിന്നെ നിങ്ങൾക്ക് കവർ ഉണ്ടാക്കണമെങ്കിൽ 2 വേണം. ഇത് എൻ്റെ കയ്യിൽ കുറച്ചധികം പേപ്പേഴ്സ് ഉണ്ട്, കാരണം ഞാനിതൊരു തീരാറായ ബുക്കിന് പറിച്ചെടുത്തിട്ട് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതേ സ്കെച്ച് നമുക്ക് ഇത് വന്നിട്ട് ഇത് തീരാറായതാണ്. ടേപ്പിൻ്റെ സൈസ് നിങ്ങൾ എത്ര സ്ട്രിപ്പ് ഒട്ടിക്കുന്നു അത്രയായിരിക്കും കേട്ടോ. ഇത്രയും ഉള്ള ടേപ്പ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് സ്ക്വിഷ് ഉണ്ടാക്കാം. ഇത് പിന്നെ ഇന്ന് നമ്മളൊരു ഈസി ആയിട്ടുള്ള ഒരു സാധനമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എർത്തിൻ്റെ സ്ക്വിഷാണ്. അപ്പം നമുക്ക് വട്ടം വെച്ചിട്ട് വട്ടത്തിൽ തന്നെ മുറിച്ചെടുക്കണം. ആദ്യം നമുക്ക് ചെറിയ ഇതിൻ്റെ ട്രിക്സ് പഠിക്കാം, എന്നിട്ട് നമുക്ക് വട്ടത്തിൽ മുറിക്കാനൊക്കെ പഠിക്കാം. ഫസ്റ്റ് ഈ പേപ്പർ ഇങ്ങനെ ഒരേപോലെ മടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, നല്ലോണം അറിയാം. എനിക്കിതിങ്ങനെ ഇങ്ങനെ കറക്റ്റായിട്ട് ഏതാണ് മറ്റേ അതിന് ഇതിൻ്റെ ചെറിയ ഇതില്ലേ, ഇത് കൂട്ട സൈസ് ഒരു ബുക്കിൽ നിന്ന് കീറിയെടുത്ത പേപ്പറാട്ടോ. ഇത് നിങ്ങൾക്ക് ഈ അളവ് തന്നെ എടുത്താൽ മനസ്സിലാവും. കണ്ടോ, സെയിം അളവ് തന്നെയാണ്. അപ്പോൾ ഈ പേപ്പർ ഞാൻ ഫസ്റ്റിൽ ഇങ്ങനെ വേണം. ഇത് എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അളവ് എടുക്കാം കേട്ടോ. ഫസ്റ്റ് ഞാൻ ഇത്രയായിട്ട് എടുത്തിരുന്ന അളവ് നിന്ന് പഠിക്കുകയാണ്. അപ്പോൾ നമ്മളിത് ഇത്രയാണ് ഇവിടെ നിന്ന് ഇപ്പം എടുത്തിരിക്കുന്ന അളവ്. ഇത്രയാട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമുക്കിത് ഇതിനെ ചുരുക്കാം. അതിനൊക്കെ ഉള്ള മെത്തേഡ് ഞാൻ പറഞ്ഞു തരാവേ. ഓക്കെ, കാണുമല്ലോ എല്ലാവർക്കും. വേണ്ട, ഞാൻ ഈ സെലോ ടേപ്പ് അനുസരിച്ചാണ് ഞാൻ ഒരു റൗണ്ട് വരച്ചെടുക്കാമെന്ന് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റിൽ നമുക്ക് ഇതിനകത്തൊരു റൗണ്ട് വരയ്ക്കാവേ. പേന മനസ്സിലൊന്നും എടുത്തിട്ടില്ല. ഓക്കെ, സാധനം കണ്ട, നല്ല ക്യൂട്ടായിട്ടുള്ള എൻ്റെ സാധനങ്ങളെ മനസ്സിലായി. കണ്ട, ബുക്ക് മാർക്കാണ്, പക്ഷെ ഞാൻ ഈ സാധനം ഇങ്ങനെ കളിക്കാനെടുക്കാം. നല്ല സെറ്റ് സാധനമായിട്ട് ഉണ്ട്. എല്ലാവരും ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്യുക. ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ആക്കുക. എന്നിട്ട് പിന്നെ ഞാൻ ഒരു സർക്കിൾ ഞാൻ ഇതിനകത്ത് വരച്ചെടുത്തു. ഇനി നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ശ്രദ്ധിച്ച് കണ്ട, ഇപ്പം നമ്മളിങ്ങനെ മടക്കി വെച്ചേക്കുമല്ലോ, ഇതുവരെ കീറിയിട്ടില്ലല്ലോ. ഇവിടെ വെച്ചിട്ട് നമുക്ക് കീറാവേ. ഞാൻ സ്കെയിലാണ് എടുക്കുന്നത്, കാരണം സ്കെയിലാണ് കുറച്ചുകൂടെ നല്ലത്, പ്രിഫർ ചെയ്യാൻ ഗുഡുമായിട്ടുള്ള സാധനം. അപ്പോൾ നമുക്കിനി പേപ്പർ ഞാൻ കീറിയെടുത്തു. നമ്മുടെ എർത്തിനകത്ത് ഇങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. നമുക്കിത് ഒരു ഇത്രയും ഭാഗത്തോട് ഇങ്ങനെ ഔട്ട് ഓഫ് റേഞ്ച് ആക്കാൻ കേട്ടോ. ഞാൻ കാണിച്ചിട്ടാവേ. ഒരു ലൈൻ വരച്ചിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ക്ലിയർ ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ ലൈനൊന്നും ഞാൻ വരയ്ക്കാറില്ല, പിന്നെ നിങ്ങൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാട്ടോ ഞാൻ ലൈൻ എടുത്തത്. ഇനി നമുക്ക് ഈ ഭാഗം കട്ട് ചെയ്യാവേ. ഞാനിത് സ്ക്രീനിലോട്ട് നോക്കി ചെയ്താൽ ഇത് അപ്പടിയും കൂടെ തെറ്റിപ്പോവും, പിന്നെ സ്ക്വിഷിക്ക് നല്ല പോലെ വരികയും. സ്ക്രീനിലേക്ക് നോക്കുന്നില്ല. മെയിനായിട്ട് ഈ വീഡിയോക്ക് എന്തെങ്കിലും കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ ഇടുക. കാരണം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ക്യാമറമാൻ 10ാം ക്ലാസ്സിലായതുകൊണ്ട് അവിടെ ഇരുന്ന് പഠിക്കുകയാണ്. അല്ലാതെ പിന്നെ സ്ഥിരം ക്യാമറമാൻ അവനാണ്. ഇത്രയും കൊണ്ടിട്ട് എനിക്ക് അത് എൻ്റെ പുറകെ എനിക്ക് കുറച്ച് ഇങ്ങനെ ചുമ്മാ ഒരു ഇതുപോലെ എടുക്കുമായിരുന്നു. പിന്നെ ലൈനൊന്നും വരച്ചില്ല. നിങ്ങളെന്തായാലും കയറുമ്പോൾ നല്ലോണം കീറുക. ഞാൻ കീറിയപ്പോൾ കുറച്ച് വൈഡായിപ്പോയി, ആ ഭാഗം ഇങ്ങനെ ക്ലീൻ ചെയ്തു. ഇനി നമുക്ക് ഈ എർത്തിന് കുറച്ച് ഇതൊക്കെ വരച്ചെടുക്കാവേ. ഇതുപോലെ കുറച്ച് സാധനങ്ങൾ ഇതെല്ലാ എർത്തിനും കാണുമല്ലോ ഈ സാധനങ്ങൾ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സാധനം എൻ്റെ എർത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെ വരച്ചെടുത്തു കേട്ടോ.
ഈ അടുത്ത് നമുക്കിനി ബ്ലാക്ക് കളർ വെച്ചാണ് ഞാൻ ഔട്ട്ലൈൻ ചെയ്യുന്നത്. എൻ്റെ ബ്ലാക്കൊക്കെ പോയി ഇതാണ് എൻ്റെ ബ്ലാക്ക്. എൻ്റെ അവസ്ഥ എന്താ സൂപ്പറായിട്ടിരിക്കുക. ഇതൊക്കെ വെച്ചാണ് എൻ്റെ ഡെയിലി ലൈഫ് ഞാൻ ഓടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഈ ക്യാമറമാൻ ഇല്ലാത്തതിൻ്റെ ഇത് എല്ലാവരും പറയുക. കാരണം ക്യാമറമാൻ ഇനി മുതലുള്ള കുറച്ച് വീഡിയോസിന് എത്താൻ കഴിയില്ല എന്നാണ് എനിക്കറിയാൻ പറ്റിയത്. പരീക്ഷ വരുവാണ് സുഹൃത്തിന്. എനിക്കും പരീക്ഷ വരികയാണ്. സോറി, ഞാൻ വേറെ മാറ്ററിലോട്ട് ചെറുതായിട്ടൊന്ന് തെന്നി മറിയുമെന്നൊരു ഡൗട്ട്. ഓക്കെ, ഡിഷിലേക്ക് നമ്മളിത് ഇങ്ങനെ അരച്ചു. ഇങ്ങനെ ഇത് പിന്നെ ഒരാൾക്ക് വേണ്ടി ചെയ്യുന്നൊരു ഓർഡർ കേട്ടോ, വേറെ ആർക്കുമല്ല. എൻ്റെ ഇത്താത്താക്ക് വേണ്ടിയിട്ട് കണ്ണമ്പിള്ളേനോട് ഒന്ന് വന്ന് ഫോൺ പിടിച്ചിട്ടാൻ പറഞ്ഞപ്പോൾ എന്നെ ചാടിയെന്നറിയോ മൂട്ടിക്ക് തുളകി. അവിടെ നിന്ന് ഒരു നേരെയായിട്ട് വീഡിയോ എടുക്കണം. ഇപ്പം തരാം. ചെറുതായിട്ടൊന്ന് ഇതായി എന്നിട്ട് ഞാൻ ബ്ലൂവും കടുംബച്ചെടുക്കണം. സാധാരണ രീതിയിൽ എടുക്കണം. ഒരു ഡൗട്ടാണല്ലോ കടുംബച്ചോ. അങ്ങനെ നല്ലൊരു പരിഹാരത്തിലെത്തിയതാണ്. കണ്ണരച്ച് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതെടുത്തിട്ടുണ്ടായിരുന്നു. ഈ 2 കളേഴ്സായിട്ട് ഞാൻ അടിക്കാൻ പറ്റും. എത്തിന് കൂടുതൽ വെള്ളം വന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ സാധനമാണ് നമ്മൾ അടിക്കാൻ പോകുന്നത്. ഓക്കെ, പിന്നെ ആദ്യം ഇങ്ങനെ ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിന് ഇത് ചെയ്തെടുക്കാം കേട്ടോ. അതാണ് എൻ്റെ മെക്കാനിസം. ഏറ്റവും നല്ല കാര്യം അതാണ്. ഔട്ട്ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തെറ്റൊന്നും പേടിക്കില്ല. കാരണം ആ ഔട്ട്ലൈൻ ചെയ്ത് നമുക്ക് ഇങ്ങനെ വളകളാണ് കളർ അടിച്ചു പോകാം. അവസാനം തുമ്പത്ത് മാത്രം ലേശം ശ്രദ്ധിച്ചാൽ മതി. എനിക്കല്ലേ ഇതിൻ്റെ കഴിവൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിക്ക് അടിക്കാം. ഞാൻ അടിക്കുമ്പോൾ ഇത്രയൊക്കെ സെറ്റപ്പായിട്ടേ വരുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇനി ഇവിടെ ഗ്രീൻ അടിക്കാനാണ് എൻ്റെ കാര്യം. ഇവിടെ ഗ്രീൻ അടിക്കാം, എന്നിട്ട് അവിടെ ഗ്രീന് കൊടുക്കാം, ഇവിടെ ബ്ലൂ കൊടുക്കാം. അതാണ് ഞാനിപ്പം ആലോചിച്ചിരിക്കുന്നത്. പിന്നെ ജലദോഷമാണ്, ആനിവേഴ്സറിക്ക് ആയിരുന്നു. അപ്പോൾ അത് നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ എന്തായാലും അടുത്ത് തന്നെ ഈ ചാനലിൽ വരുന്നതാണ്. എല്ലാവരും കാണുക കേട്ടോ. പിന്നെ ഈ ചാനലിന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ തീരെ മറക്കണ്ട കേട്ടോ. ഓക്കെ, പിന്നെ ഞാൻ തിരിച്ചു കിട്ടും. എനിക്കിഷ്ടപ്പെട്ടില്ല അത്. ഓക്കെ, 1 മിനിറ്റ് കൂടുതലും കാണും. ഞാനിങ്ങനെ വളവളാന്ന് മിണ്ടുന്ന സൈസാട്ടോ. ആരെങ്കിലും കണ്ട പിന്നെ മിണ്ടാതിരിക്കാൻ പറ്റില്ല. ചുമ്മാ വളവളാന്ന് മിണ്ടിക്കൊണ്ടിരിക്കും. അയ്യോ, ഒരു കാര്യം പറഞ്ഞു. നമ്മുടെ ഭൂമിക്കൊരു പ്രശ്നമുണ്ട്. ഇത് മതി. ഇപ്പോൾ ഈ ഭൂമി ഫുള്ളും വാട്ടർ കൊണ്ട് നിറയ്ക്കാൻ പോട്ടോ. തേങ്ങ തെറ്റിപ്പോയി. ഒന്നുകൂടെ വരയ്ക്കണമല്ലോ. പെട്ടു. അങ്ങനെപ്പാ ഇങ്ങനെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ മറച്ച് വയ്ക്കാതെ ഓക്കെ. ഇനി ഇതിൻ്റെ ഫേസ് എടുത്തിട്ട് ഇതിൻ്റെ പൊക്കത്തിൽ കൂടെ വരയ്ക്കാൻ പോകട്ടോ. അപ്പോൾ ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് പോസ്റ്റ് ചെയ്യാം കേട്ടോ. കാരണം ഇനി നിങ്ങൾക്ക് ഇതൊന്നുകൂടെ വരയ്ക്കണേണ്ട ബോറടിക്കും. എനിക്ക് കോശപ്പതി നമ്മുടെ എർത്ത് ഇങ്ങനെ തീർന്നിട്ടുണ്ട്. ആണല്ലേ? ഓക്കെ, ചെറിയ അപ്പോൾ നമ്മളിത് ഈ സാധനം ഇനി നമ്മൾക്കിത് ഇതല്ല ഇതിനെടുത്തിട്ട് ഇങ്ങനെ വയ്ക്കാവേ. ഇതിനെ കാണുന്നുണ്ടോ? ഒറ്റ നല്ല ചുമയും ജലദോഷം പിടിച്ചിട്ടു. ആനയിലേക്ക് പിന്നെ 5-6 ഐസ്ക്രീം ഒറ്റയടിക്ക് അടിച്ച് കയറ്റിയാൽ ജലദോഷം പിന്നെ പിടിക്കട്ടെ അല്ലേ ദിവസം. അപ്പോൾ ആനകളിലേക്ക് ഞങ്ങൾ പോയി. എൻ്റെ വീഡിയോയും അങ്ങനെ എല്ലാ വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അതിനകത്ത് കുറച്ച് സൗണ്ട് എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ഉണ്ട്. പിന്നെ ആ വ്ലോഗൊക്കെ ഉണ്ട്. എൻ്റെ തേങ്ങയാണോ മതി. എന്നൊക്കെ പണിയാളുടെന്ന് അറിയാം. ചുമ്മാ ഇങ്ങനെ ഇരുന്ന് വീഡിയോ എടുക്കുക ഇട്ടുക. പക്ഷേ
നിങ്ങൾ എല്ലാവരും ഇത് ഫുള്ള് കണ്ട് സഹായിക്കുക. നിങ്ങളെല്ലാവരും ഇത് ഫുള്ള് കണ്ടാൽ ഞങ്ങൾ കത്തിയ യൂസ് കിട്ടും. ഹോം ചേട്ട യൂസ് ഓഫ് കോഴ്സ് യെസ്. പിന്നെ ഇതിൻ്റെ അവിടെ കൂടെ നടന്നു പോയ പിന്നെ ഉമ്മേനെ കാണൂലേ. ഇതൊക്കെയാണോ മതി ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മളിത് ടേപ്പ് ചെയ്യാം കേട്ടോ. ബി കെയർഫുൾ വെയർ ടേപ്പിങ്. ഒരു ശകലം കൂട്ടി വെച്ചിരുന്ന ഒരു ഉപയോഗം കൊണ്ടിട്ട് എന്നിട്ട് എയർ ബബിൾസ് ഇല്ലാതെ ഇത് ചെയ്യാൻ നോക്കാം. നല്ലോണം എയർ ബബിൾസ് ഇല്ലാതെ ഒട്ടിക്കാൻ നല്ല ഞാൻ പറ. അല്ലാതെ കഴിവുള്ളവർക്ക് പറഞ്ഞ പണിയുണ്ട്. എനിക്കത് പറ്റാറില്ല. നിങ്ങൾക്കത് പറ്റുമെന്ന് താഴെ കമൻറ്റ് ചെയ്യും. എല്ലാം കൂടെ ഒട്ടിപ്പോയി. എൻ്റെ ശരിക്കലൊരു ലേശം പുറകിലും കൂടെ ഒട്ടിക്കാണ്ടേ. എടുത്ത് പിന്നെ എൻ്റെ കസിനും കൂടെ പറഞ്ഞേക്കുന്ന ഓർഡർ ഉണ്ട്. എന്ത് ചെയ്യണം, അത്യാവശ്യം നന്നായിട്ടുണ്ടായി. ഇപ്പോഴത്തെ അൽഫാമാണ്. എന്താ ചെയ്യണം, എൻ്റെ കസിൻസൊക്കെ ഭയങ്കര സ്നേഹമാണ്. എങ്ങനെ ഫസ്റ്റ് ഓർഡർ ചെയ്തേ ഇങ്ങനെ ആക്കി ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് ചുറ്റും ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. കണ്ടോ എൻ്റെ മൈലാഞ്ചി ഉണ്ടോ? ലേറ്റസ്റ്റ് വീഡിയോക്ക് 5 വ്യൂ. ലേറ്റസ്റ്റ് വീക്ക് 5 വ്യൂസ് കിട്ടി ഗോയ്സ്. ഹാപ്പി ഹാപ്പി ഹാപ്പി. താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട് ആൻഡ് എവറിത്തിങ്. അയ്യോ 64 വ്യൂസ് ടോട്ടലി. നോക്കൂ, സ്വന്തമായിട്ട് കൈയടിക്കേണ്ട സാധനമാണല്ലോ ഇതൊക്കെ. ദിൽഖുഷേൻ്റെ സെലിബ്രേഷൻ ഉടനെ തന്നെ ഉണ്ടാവുന്നതാണ്. ചുമ്മാ കേട്ടോ ഗോയ്സ്. 5 വ്യൂസ് കിട്ടുന്ന കാര്യത്തിൽ സെലിബ്രേറ്റ് ചെയ്യുമോ? നമുക്കത് 1 മില്യൺ ആക്കണം ഗോയ്സ്. ഓക്കെ ഗോയ്സ്, അങ്ങനെ ഫസ്റ്റ് ഞാൻ അതിനെ കൂടുതലല്ലോ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണേ. അപ്പം സബ്സ്ക്രൈബും കൂടെ എല്ലാവരും ഒന്ന് ചെയ്ത് തന്നാൽ ഭയങ്കര ഉപകാരമായിരുന്നു. നമുക്കത് കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മളത് ഇതിനെ നോച്ചു. ഓ പെർഫെക്റ്റ് പെർഫെക്റ്റ്. കേസ് നിങ്ങൾ കേട്ടിട്ട് ഉണ്ടാവും എന്നെ നല്ല ഉറപ്പുണ്ട്. ഇത് ഞാൻ വളരാൻ വേണ്ടി കുളമാക്കി കളഞ്ഞ വീഡിയോ ആണെങ്കിൽ എനിക്ക് ചെറിയൊരു ഹാപ്പിനെസ്. കാരണം ഇപ്പോഴാണ് ഫസ്റ്റ് 5 വ്യൂസ് ആയി മൈ ലേറ്റസ്റ്റ് വീഡിയോയ്ക്ക്. താങ്ക് യു ഫോർ യു ഗൈസ് ഫോർ ഓൾ സപ്പോർട്ട്. ഭയങ്കര ഹാപ്പി 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 ഹാപ്പി. ഭയങ്കര ഹാപ്പിനെസ് കൂടി പോയെന്ന് റിലേഷൻ ഉണ്ട്. എൻ്റെ പിന്നെ അത് എൻ്റെ സീക്രട്ട് പ്ലേസിന് ശേഷം പനി എടുത്തു. ഇത്രയും പനി നമുക്ക് ശരിക്കും വേണ്ട, ഒരിത്രയും മതി. എന്നത് ഇങ്ങനെ അണിച്ചാൽ കുറച്ചുകൂടെ സ്കുഷിഫുൾ ആവും. നമുക്കിത് പ്ലാസ്റ്റിക്കും കൊണ്ട് ഇൻഷാല്ലാ നമുക്ക് സ്കുഷ് ഉണ്ടാക്കാവേ. മിനിറ്റ് എൻ്റെ പുറകെ ഒട്ടിക്കാൻ പറഞ്ഞേ. ഒറ്റ സ്ട്രിപ്പ് കൊണ്ട് തീരത്തില്ല. ഒറ്റ സ്ട്രിപ്പ് മതിയാവും. അത് ഒട്ടിക്കുമ്പോൾ ശരിയായിക്കോളും. Okay guys, ഇതിനെ ഇതിനകത്തേക്ക് കുത്തി കയറ്റി കൊടുത്തു. അപ്പം ഇത്രയാണ് നമ്മൾ കുറേ എത്ര നേരം കൊണ്ടാണോ അത്രയും നേരം കൊണ്ട് സ്കുഷി നമ്മുടെ ഒരു സ്കുഷി ഇത് കംപ്ലീറ്റ് ആയിട്ട് അത്യാവശ്യം പറ്റിയിട്ടുണ്ടാക്കിയ സ്കുഷിയാണ്. കണ്ടാൽ മനസ്സിലാവും. പിന്നെ അത് നല്ലൊരു എയറിൻ്റെ ഇതുണ്ടാ നല്ല സെറ്റുണ്ട്.
ഇവിടെ ഒരു ചെറിയ തകരാറ് അതില്ല അമ്പഴക്കുള്ളൂ. അത് ഇവിടെ ഒരു ചെറിയ തകരാറുള്ളൂ. അത് നമുക്കാണെങ്കിൽ ഇത് ചെറുതായിട്ട് നികത്തി നമ്മളെന്തിനാ അങ്ങനെ റിസ്ക് എടുക്കുന്ന ഒരു ലേശ സ്ഥലം എന്താ ഇതുണ്ടായിരുന്നു ഇങ്ങനെ തുറന്നു വരാണ്. നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കൊടുക്കട്ടെ. ഇത് തുമ്പത്തല്ലെങ്കിൽ ഞാൻ ഒത്തിരി സ്ഥലത്തോട്ട് ഇടാത്തൊന്ന് സൂക്ഷിക്കുന്ന ഒരു ദേഷ്യമാണ്. ഇതിനകത്ത് നല്ലൊരു എയർ സപ്ലൈയും കൂടെ വരാനായിട്ട് കണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ ചെറിയൊരു കട്ടിട്ട് കൊടുക്കട്ടെ. ഒരു ചെറിയ കട്ടാണ്, വലിയ കട്ടാവരുതേ. കണ്ടോ നല്ല സുഖമാണ് ഇങ്ങനെ. അപ്പം ഈ ഷേപ്പ് മാറ്റി നിങ്ങൾക്ക് ഏത് ഷേപ്പാണ് ഉണ്ടാക്കട്ടോ. ഇൻഷാല്ലാ അടുത്ത വീഡിയോയ്ക്കകത്ത് നമുക്ക് ഇങ്ങനെ കൃത്യം റൗണ്ടിൽ വെട്ടിയെടുക്കുന്നൊരു വാട്ടർ മെലൺ വേണം എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കാം. അപ്പം ബൈ ചടുപ്പി ബൈ.